ഏഷ്യ കപ്പ് ആര് അടിക്കാനാണ് സാധ്യത? Obviously, Indian cricket is favorite. But Indian cricket is so strong that there are 2-3 teams ready to replace them. UAE history Afghanistan full member ശേഷം ആദ്യമായിട്ട് അവരെ തോപ്പിച്ചതിന്റെ ക്യാപ്റ്റൻസിലാണ്. അന്നത്തെ സെഞ്ചുറി അടിച്ചത് സഞ്ജു കടം നൽകിയ ബാറ്റുമായിട്ടാണ്. സഞ്ജു കടം നൽകിയല്ല, സഞ്ജു ഗിഫ്റ്റ് എന്ന ബാറ്റാണ്. പണ്ടത്തെ പോലെ അല്ല, ഇഫ് യു ഹാവ് പൊട്ടൻഷ്യൽ, യു ഹാവ് ടാലന്റ്, the world is yours. ഇപ്പോഴും യു എയുടെ ഹിസ്റ്ററിയിൽ അത് ഹയസ്റ്റ് പാർട്ട്ണർഷിപ്പാണ്. ഓൾമോസ്റ്റ് 184 റൺസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. പെർഫോമൻസ് ആണല്ലോ പ്ലെയറിൻ്റെ കയ്യിലുള്ളത്. അത് പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് മനസ്സിലാത്ത രീതിയിൽ അവനടുത്ത് സൂചിപ്പിച്ചാണ്. അത് സ്റ്റംമൈക്ക് പിക്ക് ചെയ്ത് ഹർഷ ബോഗ്ല പറയുന്നുണ്ടായിരുന്നു, ഇവരെന്തോ അവരുടെ ഭാഷയിൽ എന്തോ ഐഡിയ പറയാം. യു എ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സുൽത്താൻ സർവാണി എന്ന ക്യാപ്റ്റൻ്റെ ഒരു മുഖമാണ്. പണ്ട് 96 വേൾഡ് കപ്പിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പോലും തലശ്ശേരി ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്, പഴയ മുനിസിപ്പാലിറ്റി സ്റ്റേഡിയമാണ്. ഇവിടുത്തെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും തോന്നുന്നു. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ കളിച്ച് തുടങ്ങിയത് ഇവിടെയാണല്ലോ. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പണ്ട് സ്ഥിരം പോലീസ് സ്റ്റേഷനിൽ അടിക്കുകയായിരുന്നു. ലാസ്റ്റ് പോലീസുകാർ നമ്മളെ ഫ്രണ്ട്സായി. ബോളെ കൂടെ അവിടെ പോകുമ്പോൾ അവർ വന്നെടുത്തിരും, ഓക്കെ ഇനി അടിക്കരുത് പറയുകയാണെങ്കിൽ. ഞാൻ ആക്ച്വലി കളി സ്റ്റാർട്ട് ചെയ്ത് ലെഗ് സ്പിന്നർ ആയിട്ടായിരുന്നു. അപ്പം ഷെയ്ൻ വോൺ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ. യു എയിൽ നിൽക്കുന്ന ആളാണല്ലോ ഞാൻ. അപ്പം യു എ കണക്ട് ചെയ്ത് പറയുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ സാൻഡ് സ്റ്റോം ഇന്നിങ്സ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളിച്ച അതെപ്പോഴും ഒരു സ്പെഷ്യൽ മെമ്മറിയാണ്. നമസ്കാരം. ഒരു 2-3 വർഷം മുമ്പ് PSCയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി കുറിച്ച, ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി കുറിച്ച മലയാളി ആര് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് 2-3 ഓപ്ഷൻസ്. ഒന്ന് സഞ്ജു സാംസൺ, റോബിൻ ഉത്തപ്പ, കരുൺ നായർ, അതിനൊപ്പം CP റിസ്വാൻ എന്ന താരത്തിൻ്റെ പേര്. പലരും ഈ ഒരു ചോദ്യം നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം CP റിസ്വാൻ എന്ന ആ ഉത്തരം, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം CP റിസ്വാൻ. നമസ്കാരം. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി കുറിച്ച ആദ്യ മലയാളി അതാണ്. അത് പക്ഷേ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല, UAE എന്ന രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായിരുന്നു ആ സെഞ്ചുറി ഓർമ്മകൾ? എങ്ങനെയായിരുന്നു ആ സമയത്ത്? നല്ല ഓർമ്മകളാണ്. അപ്പം UAEക്ക് വേണ്ടി സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് കേരളത്തിന് വേണ്ടിയിട്ടും ജൂനിയർ കാറ്റഗറിയിൽ സെഞ്ചുറി ഒക്കെ അടിച്ചിട്ടുണ്ട്. കേരളത്തിന് വേണ്ടിയിട്ടായിരുന്നു തുടക്കം. അതെ. അണ്ടർ 17 മുതൽ അണ്ടർ 25 എല്ലാ കാറ്റഗറിയും കളിച്ചിട്ടുണ്ട്. പിന്നെ കേരള രഞ്ജി ട്രോഫി ടീമിന്റെ ഭാഗമായിട്ടുണ്ട് 2010-11 സീസണിൽ. അപ്പം നല്ലൊരു ജേർണി ആയിരുന്നു കേരളത്തിന്റെ ടീമിന്റെ കൂടെ. പിന്നെ ഒബ്വിയസ്ലി ഐ ഹാഡ് ടു 2014 കേരളത്തിൽ നിന്ന് UAEയിലേക്ക് മാറിയത്. അതെ. ഫാമിലിയൊക്കെ അവിടെയാണ്. ഓക്കെ. ഈ ഒരു സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് പോലും ഏഷ്യ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ UAE മത്സരം ഉണ്ടായിരുന്നു. UAE ഇന്ത്യ 4 ഓവറിൽ തോൽപ്പിച്ചു. അപ്പോൾ ഒരു മുൻ നായകൻ, UAEയുടെ മുൻ നായകൻ എന്ന നിലയിൽ ഇപ്പോൾ UAE ടീമിന്റെ ആ ഒരു ലോകകപ്പിൽ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UAEയുടെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും? ഏഷ്യ കപ്പിൽ UAEയുടെ സാധ്യതകൾ എങ്ങനെയായിരിക്കും? അൺഫോർച്ചുനേറ്റ്ലി അതൊരു നല്ലൊരു തുടക്കമായിരുന്നില്ല ഇന്ത്യയുടെ കൂടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയെ പോലത്തെ ബിഗ് ഫോഴ്സിനാണ് ഇന്ത്യ വേൾഡ് ക്രിക്കറ്റ് അറ്റ് ദ മൊമെന്റ്. ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചിട്ടുണ്ട്. ഇവൻ നമുക്കറിയാം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് വെച്ചാൽ ഈ ഒരു ഏഷ്യ കപ്പിൽ ഒരു 3 ടീമിനെ ഇറക്കാനുള്ള ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട് ഇന്ത്യൻ ടീമിന്. സോ it was a very dominant effort by Team India, and I hope UAE can put up a decent show coming matches. Pakistan ആയിട്ട് ട്രൈ സീരീസിന് മുമ്പ് ഉണ്ടായിരുന്നു. UAE did decently, so maybe UAE can do something against Pakistan, and ഒമാനുണ്ട്. ഒമാനായിട്ട് ഒരു മാച്ചും കൂടി ഉണ്ട്. So chances are തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. Very tough, but you never know in cricket. ശ്രമിക്കണം. UAE ടീമിൽ ഇപ്പോഴത്തെ തുറുപ്പ് ചീട്ടുകൾ ആരൊക്കെയാണ്? UAE ടീമിൽ അറ്റ് ദ മൊമെന്റ് ഒരു മലയാളി കളിക്കുന്നുണ്ട്, അലിഷാൻ ഷെറഫ്. ഇന്നലെ അവന് 22 അടിച്ചിട്ടുണ്ടായിരുന്നു. മുംബൈയുടെ നല്ലൊരു യോർക്കറിലായി. പിന്നെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഉണ്ട്. വസീം, കറന്റ് ക്യാപ്റ്റൻ, ഹി ഈസ് ഓൾസോ എ ഗുഡ് പ്ലെയർ. പിന്നെ ആസിഫ് ഖാൻ, ഓൾസോ വെരി നൈസ് പ്ലെയർ. സോ ഉണ്ട്, ടാലന്റ് ഉണ്ട്. ബട്ട് അഗെയിൻ വലിയ പ്ലാറ്റ്ഫോമിൽ ഇറ്റ്സ് അപ് ടു ഹൗ ടു എക്സ്പ്രസ് ദംസെൽഫ് വിതൗട്ട് സ്റ്റേജ് ഫിയർ. If UAE can do that, obviously നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നതാണ് എനിക്ക് എൻ്റെ തോന്നൽ. പ്രതീക്ഷ. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ അന്താരാഷ്ട്ര സെഞ്ചുറിയിലേക്ക് തന്നെ വരാം. 2014 ഇവിടുന്ന് UAEയിലേക്ക് മാറിയത് അല്ലേ? അതെ.
എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതായത് കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്, സഞ്ജു സാംസന്റെ കൂടെയൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് യുഎയിലേക്ക് മാറാം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം? ഒന്നാമത് എൻ്റെ ഫാമിലി ഫാദറൊക്കെ അവിടെയാണ്. ഒരു 19 വർഷമായിട്ട് അവിടെ ഉണ്ട്. അപ്പം പുള്ളി കുറെ നാളായിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ ദുബായിൽ, കാരണം അവിടെ സെറ്റിൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് പഠിച്ചതൊക്കെ എന്തായിരുന്നു? എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. അപ്പം 2011 രഞ്ജി ട്രോഫി ടീമിന്റെ കൂടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഡെബ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പാരന്റ്സ് വെർ കൺസേൺ. 10-11 സീസൺ ടീമിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ഡെബ്യൂ കിട്ടിയിട്ടില്ല. ഈവൻ രഞ്ജി ട്രോഫിയും വൺ ഡേ ഒക്കെ ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ചാൻസ് കിട്ടിയില്ല. 15 മെമ്പർ സ്ക്വാഡിലുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് കേപ്പ് ടൗണിനെതിരെ ഒക്കെ ഒരു നല്ല 70+ ഇന്നിങ്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ മോനി ദൗള ട്രോഫി, KCA ട്രോഫി, അങ്ങനത്തെ ബുച്ചി ബാബു, അവിടെയൊക്കെ നല്ല പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് രഞ്ജി ട്രോഫി ടീമിലൊക്കെ അവസരം കിട്ടിയത്. പക്ഷേ ഈ റൈഫി ആയിരുന്നു, സോണി ചെറുത്തൂർ, അവരൊക്കെ ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. സഞ്ജു ആ സമയത്ത് ഉണ്ടായിരുന്നു ടീമിൽ. സഞ്ജു ഉണ്ടായിരുന്നു, സച്ചിൻ ബേബി, എല്ലാം മെയിൻ കോർ ബാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് വെരി ഗുഡ് opportunity to be part of such a talented squad. But obviously I had to take a break from cricket. ഒരു 1.5 വർഷം ബ്രേക്ക് എടുത്തു. എഞ്ചിനീയറിംഗ് എഴുതി പാസ്സായി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിലായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. I played one season again. I did well actually. ഇവിടുത്തെ ഓൾ കേരള മാച്ചൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കോഡിയൻ എന്നൊരു ടീമില്ല, അവിടെ വേണ്ടി നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും എൻജി ക്യാമ്പിലൊക്കെ വിളിക്കുന്ന ഒരു ചാൻസ് ഉണ്ടായിരുന്ന സമയത്താണ് ദുബായിലേക്ക് പോകുന്നത് 2014. ജോലി ആവശ്യാർത്ഥം അങ്ങോട്ടേക്ക് പോകുന്നു. ആക്ച്വലി ഇവിടെയും സെൻട്രൽ ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. AGS ഓഫീസിലും പിന്നെ ഇന്ത്യ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാദർ പറഞ്ഞു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് get better opportunity there പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ UAE ക്രിക്കറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സുൽത്താൻ സർവാണി എന്ന ക്യാപ്റ്റന്റെ ഒരു മുഖമാണ്. പണ്ട് 96 അതായത് അലൻ ഡൊണാൾഡിന്റെ ഹെൽമെറ്റ് ഇടാതെ വന്ന് കളിച്ച ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഈ UAE ക്രിക്കറ്റ് സർക്കിളിലേക്ക് എത്തുമ്പോൾ ഉള്ള ആ ഒരു വെല്ലുവിളികൾ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അവിടുത്തെ ക്രിക്കറ്റ് സർക്കിളിൽ അറിയപ്പെട്ടു തുടങ്ങിയത്? ഈവൻ തോ ഞാൻ ഇവിടെ രഞ്ജി ട്രോഫിന്റെ ഭാഗമാണെങ്കിലും അവിടെ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്, 0 സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അവിടെ തുടങ്ങിയത്. അവിടുത്തെ A ഡിവിഷൻ ക്രിക്കറ്റില് ചാൻസ് കിട്ടി. പിന്നെ അവിടെ പെർഫോം ചെയ്തു, നോട്ടീസ് ചെയ്യപ്പെട്ടു. പിന്നെ അവിടെ ആ സമയത്ത് 4 years ആയിരുന്നു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ. 4 വർഷം അവിടെ റെസിഡൻസ് വേണമായിരുന്നു. അപ്പൊ അത് 3 വർഷമാക്കി. ആ സമയത്ത് 4 വർഷമായിരുന്നു. അങ്ങനെ ഇവിടെ നന്നായിട്ട് ചെയ്തു. കുറെ ഡൊമസ്റ്റിക് ടൂർണമെന്റിൽ ബെസ്റ്റ് ബാറ്റ്സ്മാൻ, മാൻ ഓഫ് ദി സീരീസ്, അങ്ങനെ കുറെ പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെ നോട്ടീസിൽ വന്ന് അങ്ങനെ നാഷണൽ ടീം ക്യാമ്പിൽ വന്ന് 2019 ആദ്യമായി ടീമിലേക്ക് എത്തുന്നത്. ഈ സുൽത്താൻ സർവാണിനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? പുള്ളി ഫസ്റ്റ് എമറാത്തി, ഐ തിങ്ക് ഫസ്റ്റ് എമറാത്തി ക്യാപ്റ്റൻ ആണെന്ന് തോന്നുന്നു. 96 വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. Emiratis are not quite common playing cricket, but he played the way he played, and Donald, it's not easy, you know. They are brave. So he showed his bravery over there, but I'm not sure about the result. But obviously, they were the people who took UAE cricket from that time, and അതിനുശേഷം ഞങ്ങളൊക്കെ ഒരു ഡ്രീം ആയിരുന്നു ഈ പറഞ്ഞ പോലെ റെപ്രസെന്റ് ചെയ്യാൻ, നന്നായിട്ട് പെർഫോം ചെയ്യാം. God has been kind. I've been able to do that. റോബിൻ സിംഗ് ആയിരുന്നു കോച്ച് എന്ന് തോന്നുന്നു അല്ലേ ആ UAE ടീമിന്റെ ആ സമയത്ത്? ഫസ്റ്റ് ഞാൻ ഡെബ്യൂ ചെയ്യുന്ന സമയത്ത് ഫോമർ ഇംഗ്ലണ്ട് ആൻഡ് സ്കോട്ട്ലാൻഡ് പ്ലെയർ ഡഗി ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് പുള്ളിയായിരുന്നു കോച്ച്. പിന്നെ 2021 റോബിൻ സിംഗ് കോച്ചായിട്ട് വന്നത്. ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് റോബിൻ സിംഗ് ആയിരുന്നു കോച്ച്. പുള്ളി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റിന് വേണ്ടിയിട്ട്. കുറെ യങ്സ്റ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുത്തു. വീണ്ടും പിന്നെ UAE വേൾഡ് കപ്പ് കളിക്കുന്ന ആ പുള്ളിയുടെ സമയത്താണ്. ഈ റോബിൻ സിംഗ് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യക്കാരുടെ ഒരു വികാരമായിരുന്നു താരാണ്. 90-കളിലൊക്കെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, ഫീൽഡിങ്, ബാറ്റിംഗ് എല്ലാ സ്ഥലത്തും പെർഫോം ചെയ്യുന്ന ഒരു താരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു താരത്തിന്, അതായത് ഗ്രൗണ്ടിലെ ഏറ്റവും കഠിനാധ്വാനിയായ പ്ലെയർ എന്നറിയപ്പെടുന്ന ഒരു താരമായിരുന്നു. അപ്പോൾ ഈ റോബിൻ സിംഗിന്റെ കീഴിലുള്ള ആ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? പുള്ളിയുടെ ഇമ്പാക്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ UAE ക്രിക്കറ്റിനെ
ഇപ്പം ഒരു നോട്ടീസ് ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് എത്തിച്ചത് പുള്ളിയുടെ വർക്ക് എത്തിക്ക് തന്നെയാണ്. ഈവൻ ഹൗ ഹി പ്ലേഡ് ക്രിക്കറ്റ്, ഹി വാണ്ടഡ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻ അവേഴ്സ് ഓൾസോ. അതായത് ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ബി ഇൻ ദ ഗ്രൗണ്ട്, ഹി വാസ് ദ ലാസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് ബാറ്റ്സ്മാൻ എങ്ങനെയാണോ പുള്ളി സൈഡാ എറിയുന്നത്, അതേപോലെ ലാസ്റ്റ് ബാറ്റ്സ്മാൻ പുള്ളി എറിയായിരുന്നു. സോ സച്ച് ആൻ വർക്ക് എത്തിക് ഹി ഹാഡ്. സോ obviously we had no other option that raise our standards. He never settled anything average, so we had to step up. Even നമ്മൾ ജയിച്ച അവസരങ്ങൾ വരെ നിങ്ങൾക്ക് we used to get criticism, because he wanted to have that kind of standard. So again ആ സമയത്ത് എന്തെങ്കിലും രസകരമായ മെമ്മറി ഷെയർ ചെയ്യാനുണ്ടോ റോബിൻ സിംഗ് വന്നിട്ടുള്ള? നമ്മൾ ഒരു രസകരമായ സംഭവം പറയുകയാണെങ്കിൽ, ഞങ്ങൾ UAE ഹിസ്റ്ററിയിൽ അഫ്ഗാനിസ്ഥാൻ ഫുൾ മെമ്പറിന് ശേഷം ആദ്യമായിട്ട് അവരെ തോപ്പിച്ചത് എൻ്റെ ക്യാപ്റ്റൻസിലാണ്. നമ്മളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു നമ്മൾ വിചാരിച്ചത്. റാഷിദ് ഖാൻ, ഗുർബാസ്, ഫസൽ ഫറൂഖി, ഓൾമോസ്റ്റ് 7-8 IPL പ്ലേയേഴ്സ് അവരൊക്കെ ഉണ്ടായിരുന്നു. ആ ടീം ഞങ്ങൾ തോപ്പിച്ചു. നമ്മൾ ഇറ്റ് വിൽ ബി എ ഹാപ്പി മൂമെന്റ്, എവരിബഡി വിൽ ചില്ലിങ്. അവിടെ എത്തിയപ്പം പുള്ളി പറയുകയാണെങ്കിൽ നമ്മൾ 18th ഓവറിൽ കളി ജയിച്ചു, പുള്ളി പറഞ്ഞു 17th ഓവറിൽ ജയിക്കായിരുന്നു. അത്രക്കും എന്താ പറയാ, ഓൾവേസ് ലുക്കിംഗ് ഫോർ ഇംപ്രൂവ്മെന്റ് ആയിരുന്നു പുള്ളി. അപ്പം സോ ദാറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഹി വാണ്ടഡ് ടു സെറ്റ് ഇൻ. ഈവൻ വേൾഡ് കപ്പ് UAE 96 കളിച്ചു, 2014 കളിച്ചു T20 വേൾഡ് കപ്പ്. UAE ജയിക്കാൻ പറ്റിയിരുന്നു ഒരു മാച്ച് പോലും. ഫസ്റ്റ് ആയിട്ട് UAE ഒരു മാച്ച് ജയിക്കുന്നത് 2022 വേൾഡ് കപ്പിലാണ്. ഇറ്റ് വാസ് മൈ ക്യാപ്റ്റൻസി. നമ്മൾ നബീമയ്ക്കെതിരെ നമ്മൾ UAE 7 runs അവർ തോപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് UAE ഫസ്റ്റ് എവർ വേൾഡ് കപ്പ് മാച്ച് വിക്ടറി. സോ ഗുഡ് മെമ്മറീസ്, വണ്ടർഫുൾ മെമ്മറീസ്. അതുപോലെ അയർലൻഡിനെതിരെയുള്ള സെഞ്ചുറി എന്ന് പറയുമ്പോൾ അയർലാൻഡ് ഒരു പേൾ സ്റ്റെർലിംഗ് ഒക്കെ ഉള്ള ഒരു ടീമിനെതിരെയായിരുന്നു. അതെ, അയർലാൻഡ് എന്ന് പറഞ്ഞാല് ODI ക്രിക്കറ്റിൽ UAE ഇതുവരെ അവരെ തോപ്പിച്ചിട്ടില്ല. അതെ, ടെസ്റ്റ് കൺട്രിയാണ്. അവർ ഇംഗ്ലണ്ടിനൊക്കെ തോപ്പിച്ചിട്ടുണ്ട്, വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇംഗ്ലണ്ട് തോപ്പിച്ചിട്ടുണ്ട്. കുറെ ഇന്ത്യക്കെതിരെ കെവിൻ ഒബ്രയനൊക്കെ ടീമാണ്. അവര് ഡീസന്റ് സ്കോർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 270 അവർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെ UAE ODIയിൽ അവർ തോപ്പിച്ചിട്ടില്ല. സ്റ്റിൽ ഇറ്റ്സ് ദ ഓൺലി ടൈം UAE ഹാവ് ഡിഫീറ്റഡ് അയർലാൻഡ് ഇൻ ആൻ ODI. അപ്പം ചേസിങ് ആയിരുന്നു. വി വെയർ ലൈക്ക് 50-3. അവിടുന്ന് ഞാനും ഉസ്മാൻ എന്നൊരു പ്ലെയറും കൂടി സെഞ്ചുറി അടിച്ചു. ഇപ്പോഴും UAEയുടെ ഹിസ്റ്ററിയിൽ അത് ഹയസ്റ്റ് പാർട്ട്ണർഷിപ്പാണ് ഏത് വിക്കറ്റിലും. ഓൾമോസ്റ്റ് 184 റൺസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഏത് വിക്കറ്റിലും UAEയുടെ ഇപ്പോഴും റെക്കോർഡാണ്. ആ മാച്ചിൽ ക്യാപ്റ്റൻ ആയിരുന്നു? അല്ല, ആ മാച്ചിൽ ക്യാപ്റ്റൻ ആയിരുന്നില്ല. 2021 ഈ മാച്ച്. 2022 ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആയത്. ഞാൻ വേറൊന്ന് കേട്ടത്, അന്നത്തെ സെഞ്ചുറി അടിച്ചത് സഞ്ജു കടം നൽകിയ ബാറ്റുമായിട്ടാണ്. അങ്ങനെ ഒരു സംഭവം എവിടെ വായിച്ചിരുന്നു? അല്ല, സഞ്ജു കടം നൽകിയല്ല, സഞ്ജു ഗിഫ്റ്റ് തന്ന ബാറ്റാണ്. അതെന്തായിരുന്നു? കാരണം നമ്മള് ഒന്നുമല്ല, ഒരുമിച്ച് 2010 മുതലൊക്കെ ഒരുമിച്ച് കളിച്ചാണ്. അപ്പം ഹി വാസ് ദെയർ ഇൻ ആഫ്റ്റർ ദ 2020 IPL ടൈമിലാറ്റം അവിടെ ആയിരുന്നല്ലോ IPL ഫുള്ള്. സോ വി വർ ടുഗദർ. കോവിഡിന്റെ സമയത്ത് UAE ആയിരുന്നല്ലോ. അപ്പം ആ സമയത്ത് നമ്മള് കണ്ടപ്പോൾ പുള്ളി ഗിഫ്റ്റ് തന്നതാണ്. ഐ തിങ്ക് വെരി ഗുഡ് IPL സീസൺ. ഹാപ്പി. സെഞ്ചുറി അടിച്ചു. പിന്നെ അത് സഞ്ജുനോട് പറഞ്ഞു, അല്ലെങ്കിൽ he knows that. He keeps chatting. സഞ്ജുവത്തുള്ള മെമ്മറീസ് ഒക്കെ എങ്ങനെയാണ്? കാരണം നിങ്ങൾ കേരളത്തിന് വേണ്ടി കളിച്ചിരുന്നു, അത് ഇത്രയും അടുത്ത് ബന്ധപ്പെടുന്ന ആളുകളാണ്. അപ്പം പുള്ളി ഇപ്പം ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണറായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ സീരീസിൽ അദ്ദേഹം ഓപ്പണിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? സഞ്ജു ODIയിലും അദ്ദേഹത്തിന് ഒരു പൊസിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? എന്താണ് സഞ്ജുവിന്റെ ഈ ഫോം കണക്കാക്കുമ്പോൾ? അല്ല, സഞ്ജുവിന്റെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ആണല്ലോ പ്ലെയറിന്റെ കയ്യിലുള്ളത്. അത് പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ODI ക്രിക്കറ്റിൽ പുള്ളി ഓൾമോസ്റ്റ് 50+ ആവറേജ് ഉണ്ട്. T20 ലാസ്റ്റ് 10 മാച്ചിൽ 300 ഉണ്ട്. ഇതിൽ കൂടുതൽ ആസ് എ പ്ലെയർ ഒന്നും ചെയ്യാനില്ല. സോ ഐ എം ഷുവർ ഇപ്പോഴത്തെ മാനേജ്മെന്റും ഈസ് ബാക്കിംഗ് ഹിം. സൂര്യ, ഗംഭീർ ഒക്കെ പുള്ളിയുടെ നന്നായിട്ട് ബാക്ക് ചെയ്യുന്നുണ്ട്. ഐ എം ഷുവർ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ടല്ലോ, അതായത് സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ അത് സഞ്ജുവിന് നഷ്ടമല്ല, ഇന്ത്യയുടെ നഷ്ടമാണ്. ബട്ട് ഹി ഈസ് നൗ കീപ്പിംഗ് അപ്പ് ഹിസ് വേർഡ്. ഹി ഈസ് ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി. ഐ എം ഷുവർ India is yet to see his magical innings for her country. Adu definitely ഉണ്ടാവും. കാരണം he has talent plus he has the work ethic. So it's not surprised that wonderful things will happen to him.
ഇപ്പം മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ഉം. ഇപ്പം ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ അത് സാധാരണമാണ്. മലയാളി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു എന്നുള്ളത് സാധാരണ. പക്ഷേ വേറൊരു രാജ്യത്തിന് വേണ്ടി UAE പോലത്തെ ഒരു രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു, ഇന്ത്യക്കെതിരെ കളിക്കുന്നു. അപ്പോൾ ആ സമയത്തുള്ള ഒരു ഫീലിംഗ് എങ്ങനെയാണ്? ഒരു രാജ്യത്തിനെതിരെ, നമ്മൾ ജനിച്ചു വളർന്ന രാജ്യത്തിനെതിരെ കളിക്കുന്നു, അങ്ങനെയുള്ള ഫീലിംഗ് എങ്ങനെയാണ്? അതൊരു ടഫർ ഫീലിംഗ് ആണ്. കാരണം വെച്ചാൽ UAE ഒരു സെക്കൻഡ് ഹോം ആയിട്ട് പറയാം. ഉം. വി ആർ ഗെറ്റിംഗ് അവർ ലൈവ്ലിഹുഡ് ഉം. ഫ്രം ദെയർ. ഈവൻ നമ്മളെ നാട്ടിൽ തന്നെ ഉം. ഇഷ്ടംപോലെ എക്സ്പാറ്റ്സ് ഉണ്ട് അവിടെ. ഉം, ഉം, പറയപ്പെടുന്നതാണെങ്കിൽ ഓൾമോസ്റ്റ് UAE 50% പോപ്പുലേഷൻ ഉം. ആർ ഫ്രം ഇന്ത്യ. ഉം, ഉം, ഉം. അതിൻ്റെ 40% മലയാളീസ് എന്ന് പറയും. ഉം. ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഉം. സഞ്ജുവും സൂര്യ ഇങ്ങനെ നടക്കുമ്പോൾ ആ, ചേട്ടാ. സഞ്ജുവിനെ ചിയർ ചെയ്യുന്ന ആൾക്കാർ. ഉം, ഉം, ഉം. സൂര്യ വാസ് സെയിങ് ലോക്കൽ ബോയ്. ഉം, ഉം, ഉം. അത് സഞ്ജു UAE ലോക്കൽ ബോയ് ആണ്. അത്ര കാലം അത്രയധികം മലയാളീസ് ഉണ്ട് അവിടെ. ഉം, ഉം, So it's like our second home. Mm. But again, when you represent a country, Mm. we try to do well ഉം, because that country has given us a lot. ഉം, ഉം, Just that we need to give it back. ഉം, ഉം. But obviously കേരളത്തിൻ്റെ സപ്പോർട്ട് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വാട്ട് എവർ വി ഹാവ് അച്ചീവ്ഡ് ഇൻ അവർ ക്രിക്കറ്റ് Mm. ഇവിടുന്ന് ഉണ്ടാക്കിയ ബേസ് ആണല്ലോ. ഉം, ഉം, ഇവിടെ ജൂനിയർ ഡിസ്ട്രിക്ട് മുതൽ ഉം. സ്റ്റേറ്റ് ഒക്കെ കളിച്ചത് ഇവിടെ നിന്നാണല്ലോ. ഉം, So ഉം. we always be grateful to the home country. Mm. So obviously ഇവിടെയും വീണ്ടും തിരിച്ച് കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. Mm. ഇപ്പം ഫോർ എക്സാമ്പിൾ നൗഡേയ്സ് കേരള ക്രിക്കറ്റ് ലീഗ് ഒക്കെ Mm. ഇറ്റ്സ് റിയലി പിക്കിംഗ് അപ്പ്. ഈ കഴിഞ്ഞ വർഷത്തെ രഞ്ജിയിൽ ഫൈനലിലെത്തി. അതെ രഞ്ജിയിൽ ഫൈനലെത്തി. ഇപ്പൊ കേരള ക്രിക്കറ്റ് ലീഗ് ഈസ് മേക്കിംഗ് ഇറ്റ്സ് ഓൺ ഇമ്പാക്ട് ഇൻ ദ Indian cricket map. So it's only will get better and better. So definitely would love to be part of it also. Maybe one day. Let's see. ഈ കേരള ക്രിക്കറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാരണം ഒരു കാലത്ത് ടീമിലുണ്ടായിരുന്നു. ഈ മാത്രമല്ല ഈ പ്രാവശ്യത്തെ രഞ്ജി ഫൈനലിൽ കളിച്ചു. സച്ചിൻ ബേബി, മറ്റേ സൽമാൻ നിസാർ, അസറുദ്ദീൻ, അങ്ങനെ ഒരുപാട് പുതിയ താരങ്ങൾ അവരുടെ ഒരു കൈയൊപ്പ് ചാർത്തിയിട്ടുണ്ട്. അപ്പം കേരള ക്രിക്കറ്റിന്റെ വളർച്ച എങ്ങനെയാണ് കാണുന്നത്? വളരെയധികം സന്തോഷമുണ്ട് ഈ ഗ്രോത്ത് കാണുമ്പോൾ. ബിക്കോസ് കേരള ക്രിക്കറ്റ് ഹാസ് ഡൺ ലോട്ട് ഓഫ് വർക്ക്. ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും പ്ലേയേഴ്സ് ഡെവലപ്മെന്റ് ആണെങ്കിലും they have invested. So it's good to see the returns coming in terms of performances like Ranji Trophy performances. പിന്നെ KCL ഇമ്പാക്റ്റിൽ കൂടെ കുറെ ആൾക്കാർ ഇന്ത്യൻ ക്രിക്കറ്റ് നോട്ടീസ് തോന്നിട്ടുണ്ട്. വിഘ്നേഷ് പുത്തൂറിനെ പോലത്തെ ആൾക്കാരാണെങ്കിലും IPL ടീമിൽ കളിച്ചു. So it's a really good platform for a lot of youngsters. പണ്ടത്തെ പോലെ അല്ല, if you have potential, you have talent, the world is yours. Nothing can stop you. So it's a very good thing for Kerala cricket. I'm sure a lot of talents will come through in coming seasons. ഞാൻ 2022 വേൾഡ് കപ്പിൽ ഞാൻ ആദ്യമായിട്ട് റിസ്വാനെ ആ സമയത്ത് ശ്രദ്ധിച്ചത്, നിങ്ങൾ രണ്ട് മലയാളികളാണ്. അപ്പം നിങ്ങൾ ഓടുന്ന സമയത്ത് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്, മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിർദ്ദേശം കൊടുത്തിട്ടാണ് ഓടുന്നത്. ആ ഒരു മെമ്മറി ഒക്കെ എങ്ങനെയായിരുന്നു? വേൾഡ് കപ്പിന്റെ സമയത്താണെന്ന് തോന്നുന്നു അതൊരു വാർത്തയായിട്ടൊക്കെ വന്നിരുന്നു. നമ്മള് എനിക്കൊന്ന് UAE നമീബിയ മാച്ചില് ഞാനും ബാസിലും നമ്മൾ കളിക്കുന്ന നമ്മൾ ഒരുമിച്ച് ഇവിടെ കൊച്ചിൻ റിഫൈനറി ടീമിലൊക്കെ ഒരുമിച്ച് കളിച്ചതാണ്. ജൂനിയർ സ്റ്റേറ്റ് ഒക്കെ ഒരുമിച്ച് കളിച്ചതാണ്. അപ്പം UAE കുറെ കാലം ഒരുമിച്ച് കളിച്ചതാണ്. അപ്പം സോ ഈസി ടു ബോണ്ട്, റൈറ്റ്? നമ്മളെ ഭാഷ എന്തൊക്കെ അന്ന് ഓടുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? രണ്ടോട് മൂന്നോട് എങ്ങനെയൊക്കെയായിരുന്നു? അല്ല, നമ്മള് ഒരു ബോളർ ഫീൽഡ് സെറ്റ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ബിക്കോസ് ഹി ഹാഡ് എ വൈഡ് ബാക്ക്വേർഡ് പോയിന്റ്. അപ്പം അവന്റെ ഫീൽഡ് നോക്ക്. അപ്പോൾ ഹി വിൽ ബി ബോളിംഗ് അക്കോർഡിംഗ്ലി. അതായത് വിക്കറ്റ് കുറച്ചുകൂടി കവർ ചെയ്തോ, സോ യു ക്യാൻ ആക്സസ് ദാറ്റ് ഏരിയ. അത് അവനോട് മറ്റൊന്നും മനസ്സിലാത്ത രീതിയിൽ അവനടുത്ത് സൂചിപ്പിച്ചാണ്. അത് സ്റ്റംമൈക്ക് പിക്ക് ചെയ്ത് ഹർഷ ബോഗ്ലെ പറയുന്നുണ്ടായിരുന്നു, ഇവരെന്തോ അവരുടെ ഭാഷയിൽ എന്തോ ഐഡിയ പറയാ. അതെ. കാരണം നമ്മൾ ജസ്റ്റ് നമ്മളെ ഭാഷയിൽ കണക്ട് ചെയ്താണ്. ആക്ച്വലി ഇറ്റ് പിക്ഡ് അപ്പ് റിയലി വെൽ. ആൾക്കാർ അത് കുറെ ഫീഡ്ബാക്ക് ആണ്. ഇറ്റ് വാസ് ഗുഡ് ടു ഹിയർ മലയാളം വേൾഡ് ഇവന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഫീഡ്ബാക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോലും തലശ്ശേരി ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്, പഴയ മുനിസിപ്പാലിറ്റി സ്റ്റേഡിയമാണ്. ഇവിടുത്തെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും തോന്നുന്നു. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ കളിച്ച് തുടങ്ങിയത് ഇവിടെയാണല്ലോ. കുറെ മെമ്മറീസ് ഉണ്ട്. നമ്മള് ഡിസ്ട്രിക്ട് ടീമിൽ ആദ്യമായിട്ട് കിട്ടുന്നതും നമ്മള് പണ്ട് ഇവിടെ കളിച്ചു വളർന്നൊക്കെ ഈ ഗ്രൗണ്ടിലാണ്. അതിന്റെ ബാക്കിൽ ബാസ്കറ്റ് ബോൾ കോർട്ടിന് തൊട്ടിപ്പുറമായിരുന്നു നമ്മളെ വിക്കറ്റ്. ഇപ്പം ഫുൾ അത്ലറ്റിക്സും കൂടുതലായി ഇവിടെ. ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇപ്പം അവിടെയാണല്ലോ നമ്മളെ മുനിസിപ്പൽ സ്റ്റേഡിയം. അപ്പുറം ചേറ്റങ്കുൻ ഭാഗത്ത് അവിടെ മാറിയല്ലോ.
So new stadium ഉണ്ട്. Mm. But lot of memories. They used to have lot of Ranji Trophy matches, അതെ 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 even state matches. Everything used to happen here. ഞാൻ കേട്ട ചില കഥകൾ ഈ സൈഡ് ബന്ധപ്പെട്ട് ഒരിക്കലും ജവഹർ ശ്രീനാഥ് ഇവിടുന്ന് 6 അടിച്ചപ്പോ കടലിലേക്ക് പോയി നിൽക്കുള്ള കുറെ സ്റ്റോറീസ് ഉണ്ട് ഇതുപോലെ. 6 അടിച്ചിട്ട് മറ്റേ ഖബർസ്ഥാനിലൊക്കെ പോയ കുറെ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇറ്റ് വാസ് ലോട്ട് ഓഫ് മെമ്മറീസ് ഉണ്ടാവും. ഇപ്പം എന്റെ സീനിയേഴ്സിനൊക്കെ കുറെ മെമ്മറീസ് പറയാനുണ്ടാവും. കാരണം ഒരു സമയത്ത് പബ്ലിക്കിനൊക്കെ ഒരു ഡിസ്ട്രിക്ട് മാച്ചസ് അല്ലെങ്കിൽ ക്ലബ് മാച്ചസിന് വരെ ഇവിടെ ഫുൾ ക്രൗഡ് ഉണ്ടായിരുന്നു. ഇത്ര ആൾക്കാർക്ക് ഒരിക്കല് ശ്രീലങ്കൻ ടീമും വെറ്ററൻസ് ടീമും അസറുദ്ദീൻ നേതൃത്വത്തിലുള്ള ടീമും ഇവിടുന്ന് കളിച്ചിട്ടുണ്ട്. അതെ ഒരു എനിക്കൊന്ന് ഇവിടെ 200 years ഓഫ് ക്രിക്കറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 200 വർഷത്തെ ഇന്ത്യയിൽ എത്ര ക്രിക്കറ്റ് ഗ്രൗണ്ട്സ് ഉണ്ടാവും? മാത്രമല്ല ഈ തലശ്ശേരി എന്ന് പറയുമ്പോ നോൺ ഫോർ 3 C's, ക്രിക്കറ്റ്, സർക്കസ്, കേക്ക്. അപ്പൊ അതില് ക്രിക്കറ്റിന്റെ ഒരു പ്രതിനിധിയാണ് ഇദ്ദേഹം. അതെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷമായിരുന്നു അല്ല. ഇത് കേരള അത് എത്ര 200 years സെലിബ്രേറ്റ് ചെയ്ത് വെല്ലിച്ചേരി. We have the legacy and we have able hands now who's carrying the legacy of Tellicherry cricket in terms of Salman Nizar, Mukariyam, Ranji Trophy final performance, semi final helmet ഉണ്ട്. അതിനു മുമ്പ് സിടികെ, മഷൂദ് അങ്ങനെയുള്ള ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു. ഉസ്മാൻ കുട്ടി, മഷൂദ് ഭായ്, അങ്ങനെ കുറെ രഞ്ജി ട്രോഫി പ്ലേയേഴ്സ് ഉണ്ട്. ഒബ്വിയസ്ലി അവർ തുടങ്ങിയ ലെഗസി ഗുഡ് ടു സീ നൗ. സൽമാൻ ഇപ്പം കേസിൽ അറിയാം വേൾഡ് റെക്കോർഡ് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 12 ബോളിൽ 11 6 അടിച്ചു. I'm sure this year he will play for some IPL teams. So good to see people carrying the legacy. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പണ്ട് സ്ഥിരം പോലീസ് സ്റ്റേഷനിൽ അടിക്കുകയായിരുന്നു. ലാസ്റ്റ് പോലീസുകാർ നമ്മളെ ഫ്രണ്ട്സ് ആയി. ബോളെ കൂടെ അവിടെ പോകുമ്പോൾ അവർ വന്നെടുത്തിരും. ഓക്കെ ഇനി അടിക്കരുത്. ഇവിടുന്നായിരുന്നു എല്ലാത്തിന്റെ തുടക്കം. ഡെഫിനറ്റ്ലി ഇവിടുന്നാണ് നമ്മള് കളിച്ച് തുടങ്ങിയത്. അപ്പൊ വീട് എവിടെ വരുന്നത്? ഇവിടെ വീട് സൈതാർപള്ളി. സൈതാർപള്ളിയാണ് 2 kilometers. സൈതാർപള്ളിയിലെ പിള്ളേരെ കണ്ടോ? ഫേമസ് ഫിലിം ഡയലോഗാണ്. ഈയിടെയാണ് റീസെന്റ് ആയിട്ടാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തത്. അപ്പം ആ സമയത്ത് ഒരു വികാരം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ടഫ് ടു ബി ഓണസ്റ്റ്. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു സ്റ്റേജിൽ കളിക്കണം, അവിടെ നന്നായി ചെയ്യണം ഒക്കെ ആയിരുന്നു നമ്മളെ ആഗ്രഹങ്ങൾ. ബട്ട് ഒബ്വിയസ്ലി there are certain things which are not in your control. When I was out of the team, ഞാൻ UAE top 3 ഉണ്ടായിരുന്നു, ODI T20യിലും. So whatever happened, എന്നോട് പറഞ്ഞു ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പെർഫോം ചെയ്യാണ്, വിൽ കോൾ യു ബാക്ക്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോയി അവിടുത്തെ ബെസ്റ്റ് ടൂർണമെന്റിൽ, അതായത് പ്രീമിയം ഡൊമസ്റ്റിക് കോമ്പറ്റീഷനിൽ 170 ആവറേജിൽ ടോപ്പ് സ്കോർ ആയിട്ടുണ്ടായിരുന്നു. ഈവൻ ആഫ്റ്റർ ഓൾ ദോസ് തിങ്സ് ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ദ കോൾ ബാക്ക്. So I thought, okay, we did what is in our hands. Selection namala kaiyilla. I thought it's always good to move ahead and see what you can have in the future. I was part of Mumbai MI Emirates team in IL T20 development tournament. So opportunities are there. Never know, couple of teams have already approached me for playing KCL also. Let's see how it goes. Inshallah. Kerala cricket league വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. Hopefully, I'm also excited. Really, it is doing really well. It's also will be honor to be part of such a good league, and coming back to the roots of Kerala cricket, do something special also. ആരായിരുന്നു ഇഷ്ട ക്രിക്കറ്റർ? ആരാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്ന? എവിടെ മൊത്തത്തിൽ നോക്കുമ്പോ ഇപ്പൊ ആരെ കണ്ടിട്ടാണ്? ഇപ്പൊ നമ്മളൊക്കെ സച്ചിനെ കണ്ടിട്ട് അതാണ് നമ്മുടെ ഡ്രീം, അല്ലെങ്കിൽ സച്ചിനെ കണ്ടിട്ടാണ് കളിക്കാൻ തുടങ്ങിയത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ ആരാണ് ക്രിക്കറ്റിലെ ഒരു ഐഡൽ എന്ന് പറയുമ്പോൾ? പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി കളി സ്റ്റാർട്ട് ചെയ്ത് ലെഗ് സ്പിന്നർ ആയിട്ടായിരുന്നു. ഷെയ്ൻ വോൺ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ. പിന്നെ സച്ചിനെ ഫോളോ ചെയ്യായിരുന്നു ക്ലോസ്ലി. ഈസ് ആൻ ഇൻസ്പിറേഷൻ. ആൻഡ് അഗൈൻ കമ്മിങ് ജനറേഷൻ പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലി ഈസ് ദ പ്ലെയർ വിച്ച് വി ഓൾ ലുക്ക് അപ്പ് ടു. പുള്ളിയുടെ വർക്ക് എത്തിക്കും, പുള്ളിയുടെ സ്കിൽസും, ഹൗ ഹി ക്യാരിഡ് ഹിംസെൽഫ് ആൻഡ് ദ ടീം ഫോർവേഡ്. സോ ഹി ഈസ് ഡെഫിനറ്റ്ലി ആൻ ഇൻസ്പിറേഷൻ ഫോർ എവരിവൺ. ഇവരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? വിരാട് കോഹ്ലിനെ എന്തായാലും വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ രോഹിത് ശർമ്മയായിട്ട് ക്ലോസ്ലി ഉണ്ടായിരുന്നു. നമ്മളെ ക്യാപ്റ്റൻസ് ഫോട്ടോഷൂട്ടിൽ നമ്മളൊക്കെ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. വാസ് എ ഗുഡ് സെൽഫി വിച്ച് ആക്ച്വലി വെന്റ് വൈറൽ. രോഹിത് ശർമ്മയുടെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ
it was very good interactions. ആ സമയത്ത് ഇപ്പൊ രോഹിത്തും വിരാട്ടും ഇപ്പം ഇനി ഏകദിനത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ഈ ഒരു ടെസ്റ്റ് നിന്ന് വിരമിച്ചു, T20 വിരമിച്ചു. അപ്പം അവരുടെ ഈ വിരമിക്കല് ഇന്ത്യൻ ക്രിക്കറ്റിനെ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? So obviously it's a big loss കാരണം അവരെ പോലത്തെ stalwarts of Indian cricket ആണ്. They have achieved a lot. World Cup, T20 World Cup recently കൊടുത്തിട്ടുണ്ട്. പിന്നെ lot of memorable performance. രോഹിത്തിൻ്റെ ആണെങ്കിലും കോഹ്ലിയുടെ ആണെങ്കിലും Indian cricket will definitely miss, but Indian cricket is so strong that there are 2-3 teams ready to replace them. But obviously റിസർവ് ആയിട്ട് 2-3 ടീംസ് ഉണ്ട് എന്നാണ്. yeah, correct. Even ജയ്സ്വാളിനെ പോലത്തെ ഒരാള് he cannot find a place എന്ന് പറയുമ്പോൾ ശ്രേയസ് അയ്യർ ജസ്റ്റ് ഒരു ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് വേണ്ടി ജയിപ്പിച്ച ആളാണ്. IPL ക്യാപ്റ്റൻ പ്ലസ് ഫൈനൽ എത്തിച്ചു, ബ്രില്യൻ ബാറ്റിംഗ്. ബട്ട് ഹി കനോട്ട് ഫൈൻഡ് എ പ്ലേസ് മീൻസ് സോ സച്ച് ഈസ് ദ ബെഞ്ച് സ്ട്രെങ്ത് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. അപ്പം അതൊരു പോസിറ്റീവ് സൈനാണ്. ബട്ട് അഗെയിൻ വാട്ട് ദേ ഡിഡ് ഫോർ ഇന്ത്യൻ ക്രിക്കറ്റ് കനോട്ട് ബി മാച്ച്ഡ് ഫോർ ഷുവർ. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. സോ ഡെഫിനറ്റ്ലി വി ഹോപ്പ്ഫുള്ളി വിൽ സീ ദം ഇൻ IPL and for Indian ODIs. ഓക്കെ. ഇപ്പം ഇന്ത്യയുടെ ഇപ്പം ഏഷ്യ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞു UAE സാധ്യതകൾ പറഞ്ഞു. ഇന്ത്യ ഈ ഏഷ്യ കപ്പ് ആര് അടിക്കാനാണ് സാധ്യത? ഒബ്വിയസ്ലി ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെയാണ് ഫേവറേറ്റ്. കാരണം അറ്റ് ദ മൊമെന്റ് ഇന്ത്യ ഹാവ് കവേർഡ് ഓൾ ദി ബേസിക്സ്. അതായത് ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും 3 സ്പിന്നറൊക്കെ ഹൈ ക്വാളിറ്റി സ്പിന്നേഴ്സാണ് ഇന്ത്യക്കുള്ളത്. കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, അക്ഷർ പട്ടേൽ. ആ ഒരു ടീമിനെ തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ബട്ട് അഗെയിൻ ശ്രീലങ്ക പ്ലേസ് സ്പിൻ റിയലി വെൽ. സോ ദേ കുഡ് ബി എ റിയലി ഗുഡ് ഫൈറ്റ്. ആൻഡ് ദേ ആർ ഓൾസോ കറന്റ് വിന്നേഴ്സ്. ലാസ്റ്റ് നടന്ന ചാമ്പ്യൻസ് ഏഷ്യ കപ്പിൽ ഇവര് വിന്നേഴ്സ് ആയത് ശ്രീലങ്കയാണ്. സോ ദേ കുഡ് ഗിവ് എ ഗുഡ് ഫൈറ്റ്. ബട്ട് ഐ ഫീൽ ഇന്ത്യ പാകിസ്ഥാൻ വിൽ ബി ഈസി ഗെയിം ഫോർ ഇന്ത്യ. ഓക്കെ. നമ്മൾ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ അന്നായിരുന്നു. ഇപ്പം ആ 2003 ലോകകപ്പ് ഉള്ള സമയത്തായിരുന്നു ഞാൻ SLC പരീക്ഷ എഴുതിയത്. അല്ലെങ്കിൽ ആ സമയത്തായിരുന്നു 2011 സമയത്തായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞത്. അങ്ങനെയൊക്കെ ചില ഓർമ്മകൾ ചില മാച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഏതെങ്കിലും മാച്ചുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മളെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് 2007 യുവരാജ് സിംഗ് സമയത്ത് നമ്മളെ എക്സാം മോഡിലായിരുന്നു. 2 ടൈമിൽ എന്റെ എക്സാം സീസൺ ആയിരുന്നു എഞ്ചിനീയറിംഗ്. 2007 2011. സോ ഒന്ന് ഫസ്റ്റ് ഇയർ, ഒന്ന് ഫൈനൽ ഇയർ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് വെരി ഫോണ്ട്ലി. എനിക്ക് ഓർമ്മ നമ്മൾ ഹോസ്റ്റലിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഇന്ത്യന്റെ വേൾഡ് കപ്പ് മൂവ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ക്ലാസ്മേറ്റ്സിനൊക്കെ കൂടെ കാണുന്ന ഒരു സ്പെഷ്യൽ മെമ്മറീസ് ആണ്. ഓൾവേസ് സ്പെഷ്യൽ റീകോളിംഗ് ദാറ്റ് ബാക്ക്. ഈവൻ 2 വേൾഡ് കപ്പ്. ഏതെങ്കിലും ഒരു 3 മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഇപ്പോഴും മനസ്സിലുള്ള ഏതെങ്കിലും ഒരു 3 മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഏത് മാച്ചുകളെ കുറിച്ചായിരിക്കും പറയാം? അത് പറയുകയാണെങ്കിൽ എപ്പോഴും സ്പെഷ്യൽ ആയിട്ട് ഇപ്പം UAE നിൽക്കുന്ന ആളാണല്ലോ ഞാൻ. അപ്പം UAE കണക്ട് ചെയ്ത് പറയുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ സാൻഡ്സ്റ്റോം ഇന്നിങ്സ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളിച്ച അതെപ്പോഴും അതൊരു സ്പെഷ്യൽ മെമ്മറിയാണ് ഓരോ ക്രിക്കറ്റ് ലവർക്കും. കാരണം ഒരു കാസ്പറോവിക്സിനൊക്കെ അടിച്ച് ആക്കിയതൊക്കെ ആ ഒരു മൊമെന്റം തിരിച്ചു വന്നിട്ട് പിന്നെ അത് സ്പെഷ്യൽ എല്ലാവരും മൈൻഡിൽ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന മെമ്മറീസ് ആണ്. ഇന്ത്യക്ക് വേണ്ടി ആ സച്ചിന്റെ ഒരു ഇന്നിങ്സ് ഉണ്ടല്ലോ, 2 സെഞ്ചുറികൾ അല്ലേ. പിന്നെ സെമി ഫൈനൽ ഫൈനലാണ് സ്പെഷ്യൽ, അത് എല്ലാവരും മൈൻഡിലുണ്ടാവും. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നി വിരാട് കോഹ്ലി ഒരു 183 അടിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ. സ്പെഷ്യൽ ഇന്നിങ്സ് സ്പെഷ്യൽ പിന്നുള്ളത് നിങ്ങളുടെ തന്നെ സെഞ്ചുറി. ഓബിയസ്ലി നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ആ ഒരു ചേസിലുള്ള 100. IPL പിന്നെ ശ്രദ്ധിച്ചിരുന്നു. IPL അതിലെ ഓപ്ഷൻസിൽ പങ്കെടുത്തിരുന്നു. 2022 വേൾഡ് കപ്പിന് ശേഷം വന്നപ്പം ഓപ്ഷൻ ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 3 ദിവസം അവരുടെ ഹൈ പെർഫോമൻസ് സെന്ററിൽ ഉണ്ടായിരുന്നു. അവരുടെ രാഹുൽ ദ്രാവിഡിന്റെ റൂമിലൊക്കെ 3 ദിവസം താമസിച്ചിട്ടുണ്ട്. ഗുഡ് എക്സ്പീരിയൻസ് ടു ബി പാർട്ട് ഓഫ് സച്ച് എ ഗ്രേറ്റ് ഫ്രാഞ്ചൈസി. അവരുടെ ഒരു ദ്രാവിഡിനൊക്കെ പരിചയപ്പെട്ടിരുന്നു ആ സമയത്ത്. പിന്നെ പുള്ളി, പിന്നെ ജുബിൻ വറൂച്ച, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ശ്രീശാന്ത് അല്ല 2022 പുള്ളി അതിനോട് മുമ്പത്തെ സമയമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി ഗുഡ്. ധ്രുവ് ജൂറയിലൊക്കെ ആ സമയത്ത് അവിടെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. സോ
ദ്രാവിഡോത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ദ്രാവിഡിനെ പരിചയപ്പെട്ട എക്സ്പീരിയൻസ്? So he shared good things because, for example, അവരുടെ pathway is good. Mm. അതായത് ഏതൊരു രാജസ്ഥാൻ റോയൽസ് പ്ലെയറും Mm. if it's off season, they can come and train there. So closely monitored by the legends like him and all. Amazing. That's why even though they didn't win any championship yet, they always produced a lot of good talents. ഇപ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് വൈഭവ്, 14 വയസ്സുള്ള വൈഭവ്, സൂര്യവംശി, the wonders he did. ഇത്ര ചെറിയ പ്രായത്തിൽ IPL 100 ഒക്കെ അടിക്കാൻ പോലെ റിയലി അച്ചീവ്മെന്റ്. സോ അവരുടെ ആ ഒരു പാത്വേ ആണ് ഈ ഒരു റിസൾട്ട്സ് ഒക്കെ ഇങ്ങനത്തെ ടാലന്റഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ള റീസൺ. മറ്റേ പ്ലേയേഴ്സ് ഒക്കെ ചിലപ്പം റെഡി ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ആണല്ലോ കളിപ്പിക്കുന്നത്. ദേ ആർ മേക്കിംഗ് പ്ലേയേഴ്സ് റെഡി. So in that way they are doing a great job. I don't know whether Sanju will be playing this year, but let's see. അതെ, അങ്ങനെ ചില റൂമേഴ്സ് ഒക്കെ ഉണ്ട്. സഞ്ജു ഇപ്രാവശ്യം കളിക്കില്ല, രാജസ്ഥാൻ ഉണ്ടാവില്ല, രാഹുൽ ദ്രാവിഡ് അവിടുന്ന് ഇറങ്ങും. അതെ കറക്റ്റ്. ഈ ഡ്രസ്സിംഗ് റൂം അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 2022 വേൾഡ് കപ്പിലാണ് മെയ്യപ്പൻ നിങ്ങളുടെ UAE ടീമിന്റെ ഹാട്രിക് ഒക്കെ അടിച്ചത്. അപ്പൊ അങ്ങനെയുള്ള അന്നത്തെ ദിവസമൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ ക്യാപ്റ്റൻ ആയിരുന്നു. ഹാട്രിക് എന്ന് പറയുമ്പോൾ ഒരു ലോകകപ്പിൽ ഹാട്രിക് അടിക്കുകയാണ്. അപ്പോൾ ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് എൻജോയ് ചെയ്തോ? I mean, it has been അതൊരു obviously blessing ആണ്. നല്ല മൊമെന്റ്സ് ക്ലോസ്ലി ഇന്ന് വാച്ച് ചെയ്യാൻ പറ്റാന്നൊക്കെ പറഞ്ഞാൽ. കാരണം I'm also glad I could do my own contribution to that. കാരണം പുള്ളിയുടെ അതിന് മുമ്പത്തെ ഓവർ 15 റണ്ണിന്റെ ഓവറാണ്. അപ്പം ശ്രീലങ്കയ്ക്കെതിരെയൊക്കെ 15 റൺസിന് ഓവർ നോർമലി T20 കൊടുത്താൽ കാരണം അതിൽ നെക്സ്റ്റ് ഓവർ കിട്ടാറില്ല. 15 റൺസ് കാരണം അടുത്ത ഓവർ കിട്ടാറില്ല. ബട്ട് അന്ന് പുള്ളിക്ക് ഓവർ കൊടുക്കുമ്പോൾ മനസ്സിലെന്തായിരുന്നു? എന്റെ മനസ്സിൽ ലെഗ് സ്പിന്നർ എപ്പോഴും വിക്കറ്റ് ടേക്കർ ആണ്. മേ ബി ഹി വിൽ ബി എക്സ്പെൻസീവ് ബട്ട് ഹി വിൽ വിൻ ദ മാച്ച്, അല്ലെങ്കിൽ ഹി വിൽ മേക്ക് എൻ ഇമ്പാക്ട് ഓൾവേസ്. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്. ഒരു വേറെ സെറ്റ് ബാറ്റ്സ്മാൻ നിസാങ്ക് പുള്ളി ഓൾമോസ്റ്റ് 50+ ബാറ്റ് ചെയ്യായിരുന്നു. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. അതെ, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. അപ്പൊ പുള്ളിക്ക് ഒരു സിംഗിൾ കൊടുത്തിട്ട് മറ്റേ പ്ലെയർ അറ്റാക്ക് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. ഫീൽഡൊക്കെ അങ്ങനെ ഇട്ട് എങ്ങനെയായിരുന്നു? ഇപ്പം 2 വിക്കറ്റ് എടുത്തു, മൂന്നാമത്തെ വിക്കറ്റ് എങ്ങനെയായിരുന്നു? ഫീൽഡ് സെറ്റപ്പ് ഉണ്ടായിരുന്നു? അതായത് ഫസ്റ്റ് ഓവർ ചുരുക്കി പറയുകയാണെങ്കിൽ 3 പോയിന്റ് ഇട്ടെടുത്ത് കവർ ഡീപ്പിലിട്ട് ആള് നല്ല കവറിലടിക്കും. അപ്പൊ അവർ നല്ല ഷോട്ടിലാക്കി ഒരു റണ്ണ് കിട്ടിയല്ലോ നിസാങ്കാക്ക്. അപ്പൊ അയാൾ നോൺ സ്ട്രൈക്കറിൽ വന്ന് ലെഫ്റ്റ് ഹാൻഡർ വന്ന്, ആ പേര് ഓർമ്മയില്ല എനിക്ക്. അപ്പം അസ്ലങ്ക സെക്കൻഡ് വിക്കറ്റ് ആയിരുന്നു. ഫസ്റ്റ് വിക്കറ്റ് ആള് അത്യാവശ്യം ലീഗ് കളിക്കുന്നു. ആള് കവറിൽ ക്യാച്ചായി. പിന്നത്തെ അസ്ലങ്ക ഇപ്പത്തെ ഏഷ്യ കപ്പ് ക്യാപ്റ്റൻ ആള് വന്നു. ആള് കോട്ട് ബിഹൈൻഡ് ആയി. പിന്നെ ഫോർമർ ശ്രീലങ്ക ക്യാപ്റ്റൻ ദർശൻ സനക. അപ്പം അപ്പൊ ആൾക്ക് ഞാൻ വന്നിട്ട് സ്ലിപ്പ് എടുത്തു. അപ്പം സ്ലിപ്പ് എടുത്ത ആൾക്കാരെ ചിന്തിക്കാന്ന് വെച്ചാല് ടേൺ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കും. സ്ലിപ്പും കൂടി കണ്ട് അപ്പൊ ആള് ലെഗ് സ്പിന്നിന് വേണ്ടി കളിച്ചു. ചെറിയ ഗ്യാപ്പ് വന്നു ബാറ്റ് ആൻഡ് പാഡിൽ. അതോടെ ബോൾഡായി. ഹാട്രിക് ബോൾ. സോ ഇറ്റ് വാസ് എ സ്പെഷ്യൽ മൊമെന്റ്. ഓൾമോസ്റ്റ് നമുക്കൊന്ന് 10 മില്യൺ വ്യൂസിന് മേലെ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ. പേര് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. പുള്ളി എനിക്കൊന്ന് ഇപ്പം TNPയിൽ കളിക്കുകയും ചെയ്തു. തമിഴ്നാട് പ്രീമിയർ ലീഗ് ഈ വർഷം കളിക്കുകയും ചെയ്തു. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ കളി വീക്ഷിക്കുമ്പോൾ ഒരു കളിക്കാരൻ എന്നുള്ള നിലയിൽ കളി വീക്ഷിക്കുമ്പോൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു UAE ടീമിന്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഈ ഫീൽഡിംഗ് സെറ്റപ്പുകൾ നോക്കണം, ബാറ്റിംഗ് പൊസിഷൻ, ബോളിംഗ് പൊസിഷൻ, അതൊക്കെ നോക്കണം. അപ്പോൾ ഒരു ക്യാപ്റ്റന്റെ ലെവലിൽ ഒരു മാച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? See, നമ്മൾ ഓൾവേസ് ഈവൻ ക്യാപ്റ്റൻസി ഇല്ലെങ്കിലും വി ഓൾവേസ് തിങ്സ് ലൈക്ക് എ ലീഡർ. അതായത് ഈവൻ ദോ ദർ ഇസ് നോട്ട് എ ഡെസിഗ്നേഷൻ ഇല്ലെങ്കിലും വി ഓൾവേസ് ട്രൈ ടു തിങ്ക് ഹൗ വി ക്യാൻ മേക്ക് എ ചേഞ്ച് ഇൻ ദിസ് മാച്ച്, ഹൗ വി ക്യാൻ മേക്ക് എ ബെറ്റർ ഇമ്പാക്ട്. അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്യാപ്റ്റൻസി ഇല്ലെങ്കിലും we will think that way. So when that responsibility comes, it comes naturally. Right? Okay, fine. Okay, we will try to involve in the match, do something, what we can do in this moment. I think always we are trying to be proactive. Maybe he saw that, Robin Singh saw that. നമ്മൾ കേരള under 25 ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. കേരള റണ്ണേഴ്സ് അപ്പ് ആയിട്ടുണ്ട് സൗത്ത് സോൺ ക്യാപ്റ്റൻസിയിൽ. So we always try to be involved in the game. So it comes naturally. നമ്മൾ ഇതിനായിട്ട് ഇനി സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല. Even if not a captain, we will try to think like a leader. When the responsibility comes, it comes, okay, how we can make a impact in this game at this moment. ആ രീതിയിൽ പിന്നെ obviously as a player you have to lead from the front. If you don't lead from the front, it's very tough to say. അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാൻ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ ചെയ്യുകയാണെങ്കിൽ easy to lead the team, lead from the front. ആദ്യം ബാറ്റ് കൊണ്ട് ചെയ്യാം, ബാക്കി എന്റെ ഒരു
ideology. ഇപ്പൊ കളി അവസാനമായിട്ട് ഇത്രയും വർഷം UAE ടീമിന് വേണ്ടി കളിച്ചു, കേരള ടീമിനൊക്കെ കളിച്ചു. അപ്പം റിട്ടയർമെന്റ് ഈ അടുത്താണ് പ്രഖ്യാപിച്ചത്. അപ്പം സ്വന്തം കളി മുഹൂർത്തത്തിൽ ഏറ്റവും ഓർമ്മിക്കുന്നതായിട്ടുള്ള മുഹൂർത്തം ഏതായിരിക്കും? ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന മുഹൂർത്തം? Obviously, കേരള ടീമിന് വേണ്ടി കളിച്ചത് ഓൾവേസ് സ്പെഷ്യൽ. കേരളത്തിന് വേണ്ടി 100 അടിച്ചത് സ്പെഷ്യൽ മൊമെന്റ് ആണ്. ധോണി സെഞ്ചുറി അടിച്ച സ്റ്റേഡിയം ഉണ്ട് ആന്ധ്രയിലുള്ള ACA സ്റ്റേഡിയം. അവിടെയാണ് 100 അടിച്ചത് കേരളത്തിന് വേണ്ടിയിട്ട്. വിശാഖപട്ടണത്ത് അവിടെയാണ് കേരളത്തിന് വേണ്ടി Under-20 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇന്റർനാഷണൽ ഡെബ്യൂ സ്പെഷ്യൽ. പിന്നെ പറയുകയാണെങ്കിൽ ആ വേൾഡ് കപ്പിൽ കളിക്കാനുള്ള ഒരു കളിക്കുന്ന ഡ്രീമാണ്. വേൾഡ് കപ്പ് കളിക്കാൻ പറ്റി, വേൾഡ് കപ്പ് ലീഡ് ചെയ്യാൻ പറ്റി, അതൊക്കെ ഒരു സ്പെഷ്യൽ മുഹൂർത്തങ്ങളാണ്. അപ്പോൾ ഏതായാലും ഇത്ര നേരം ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിലും ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റിയതിലും വേറെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ.